നമസ്കാരം. ഉത്തർപ്രദേശിലെ വാരണാസിയിലുള്ളത്. ഞങ്ങൾ ഇന്ന് ബീഹാറിന്റെ ക്യാപിറ്റലായ പട്നയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ബനാറസ് റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ദിവസവും രാവിലെ 6:20 കാശി ജനശതാബ്ദി എക്സ്പ്രസിനാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇവിടെ 5 മണിയാകുമ്പോൾ തന്നെ നല്ല രീതിയിൽ വെളിച്ചം വന്നിട്ട് ഈ ബനാറസ് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ വാരണാസിന്ന് ഒരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനാണ്. ഞങ്ങൾ മുന്നേ അവിടെ പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല മോഡേൺ ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഒരു 10-20 മിനിറ്റ് കൊണ്ട് എന്തായാലും നമ്മളെ വണ്ടി ചെയ്താലും വാരണാസിയിലേക്ക് വരും. അതെ, ഇതാണ് വാരണാസി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ്. അതുപോലെ തന്നെ ഇവിടെ രാവിലെ ഈ ഒരു സൈക്കിൾ റിക്ഷകളൊക്കെ കണ്ട നമുക്ക് നമ്മുടെ ദശശ്മേധ് ഘട്ടിന്റെ ഭാഗത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇതൊക്കെ ആക്കി പോവാം. 100, 120, 150 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ ഇവിടെ തന്നെ ആക്കി പോയാൽ. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇതാ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നടന്നിട്ട് പോവാം. പ്ലാറ്റ്ഫോം ഏതാണെന്നൊന്നും ഞങ്ങൾ നോക്കില്ല, അവിടെ സ്ക്രീനിങ് ഉണ്ട്, അത് നോക്കിയിട്ട് പോവാം. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗൊക്കെ വരുന്നത് ഇവിടെയാണ്. നമ്മുടെ ഗംഗാരതി നടക്കുന്ന ദശശ്മേധ് ഘട്ടിലേക്ക് ഇവിടുന്ന് കറക്റ്റ് 4 കിലോമീറ്ററാണ് ആ ദൂരം വരുന്നത്. രാത്രിക്ക് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തൊക്കെ ഉണ്ടല്ലോ, എത്ര ആൾക്കാരാ വന്ന് കിടന്നുറങ്ങുന്ന അറിയാം. ഇതിൻ്റെ ആ രാത്രി കാഴ്ചകളൊക്കെ ഞങ്ങൾ കവർ ചെയ്തപ്പോൾ അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ നല്ല അടിപൊളി ലൈറ്റിങ്ങും കൂടിയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 2 നമ്മുടെ ജനശതാബ്ദി പുറപ്പെടുക. അപ്പോൾ നേരെ ഇനിയിപ്പോൾ എസ്കലേറ്റർ കയറി നേരെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലോട്ട് പോവാം. ഇതാണ് വാരണാസി റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു അകത്ത് കയറിയുള്ള കാഴ്ച. ഇതുവഴി തന്നെ നേരെ കയറിപ്പോ. ആൾക്കാരുടെ തിരക്കാണ്. ഈ രാവിലെ തന്നെ ഒരുപാട് ട്രെയിനുകൾ ഇവിടെ എത്തുന്നതുകൊണ്ട് അതുപോലെ ഇവിടുന്ന് പുറപ്പെടുന്നതായിട്ടുമുണ്ട്. നല്ല തിരക്കാണ്. ഒരു ഫുഡ് കോർട്ടാണ്. റിട്ടയർ റൂമൊക്കെ വരുന്നത് 2nd ഫ്ലോറിലാണ്. ഇവിടുന്ന് ഒരു ഇതും കൂടെ കയറാനുണ്ട്. വാരണാസി ജംഗ്ഷൻ. ഈ സ്റ്റേഷന്റെ കോഡ് വരുന്നത് BSB എന്നാണ്. ഇവിടെ ടോട്ടല് 11 പ്ലാറ്റ്ഫോമുകളുണ്ട്. നമ്മുടെ ട്രെയിൻ ഓൾറെഡി ബനാറസ് നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. അതിനിപ്പോൾ ഈ ഒരു 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലോട്ട് വരും. 151-25 അതാണ് നമ്മുടെ ട്രെയിൻ നമ്പർ വരുന്നത്. രാവിലെ തന്നെ എന്താ വെയിൽ എന്നറിയോ. ദേ സൂര്യനൊക്കെ കത്തി അവിടെ നിൽക്കുക. നമ്മുടെ ട്രെയിൻ ഇതാ പ്ലാറ്റ്ഫോം നമ്പർ 2 കടന്നു വരികയാണ്. ലൈറ്റൊക്കെ ഇട്ടാ വരവ്. ബനാറസ് പട്ന ജനശതാബ്ദി എക്സ്പ്രസ്. കാശി പട്ന ജനശതാബ്ദി എക്സ്പ്രസ്. ഇത് ജനശതാബ്ദിയാണ്. അതുകൊണ്ട് എന്താ പറയാ, ഈ പറയുന്ന ജനറൽ ടിക്കറ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ട്രെയിനിലുണ്ടാവും. ബീഹാറിലേക്ക് പോകുന്ന ട്രെയിനിലാണ്. 2 വർഷം മുന്നേ ഈ ട്രെയിനിൽ ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു. ഇതിന് 2nd സീറ്റിംഗ് ആയിട്ട് 11 ഉണ്ട്. അതുപോലെ തന്നെ ഒരൊറ്റ ചെയർക്കാരുള്ളത് C1. ആ ഒരു C1ലാണ് ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്നത്. നമ്മുടെ C1 വരുന്നത് ഇവിടെ നിന്നല്ല, ആ ഒരു ഭാഗത്താണ്. സമയം ഇപ്പോൾ 6:32. നല്ല അടിപൊളി വണ്ടി തന്നെയാണ്. LSP ആണ്, പക്ക സെറ്റ് വണ്ടിയാണ്. നമുക്ക് യാത്ര ചെയ്യേണ്ട C1 കോച്ച് ഇതാ ഇവിടെ ഈ സൈഡിൽ കയറാം. ഇവിടെ കയറാം. നമ്മുടെ 28, 29 ഈ 2 സീറ്റിൽ തന്നെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ബാഗ് എടുത്ത് മുകളിൽ വെക്കുന്ന നല്ല തിരക്ക് വരും. ഇപ്പോൾ നല്ല ഫുള്ളാണ്. ഇവിടെ ഫുഡ് റെസ്റ്റ് ഉണ്ട്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ജസ്റ്റ് മുകളിലോട്ടാക്കാം. എന്നിട്ട് നേരെ താഴോട്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നമുക്ക് ഇതാക്കാം. പിന്നെ ഓരോരോ ലെവലൊക്കെ ആക്കി മാറ്റാം നിങ്ങൾക്ക് ഇഷ്ടം പോലെ. പിന്നെ ഇവിടെ ഒരു വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. നമുക്ക് ഈ ഒരു ഫുഡ് കഴിക്കാനുള്ള ഒരു ടേബിൾ ഉണ്ട്. അതിൽ നവി ഒരു ബിസ്ക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ട്രെയിനിൻ്റെ ഓവറോൾ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. പിന്നെ ഇവിടെ റീഡിങ് ലൈറ്റ്സ് ഒക്കെ നവി ഇട്ടിട്ട് നോക്കുകയാണ്. കർട്ടൻ ഉണ്ട്. ഇവിടെ തന്നെ ചാർജിങ് സൗകര്യം ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ വിൻഡോ അധികം ക്ലിയർ അല്ല. പിന്നെ ഫുഡ് പാക്ക് സീറ്റാണ്. നമുക്കിത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക സീറ്റ് പുറകോട്ടൊക്കെ എടുക്കാൻ പറ്റും. ഞങ്ങളിതിൽ
2 ആഴ്ച മുന്നെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഒരുപാട് ടിക്കറ്റ് തന്നെ അവൈലബിൾ ഉണ്ടായിരുന്നു ആ സമയത്ത്. 2022 ഞങ്ങൾ ഈ ട്രെയിനിൽ ഒരു വാരണാസിയിൽ തന്നെ പട്നയിലേക്ക് പോയത്. അന്നൊരു സെക്കൻഡ് സീറ്റിംഗ് ബുക്ക് ചെയ്തത്. സെക്കൻഡ് സീറ്റിംഗിൽ പോയത് കൊണ്ട് ഇപ്രാവശ്യം എന്താ പറയുക ചേർക്കാർ ട്രൈ ചെയ്യണല്ലോ, അങ്ങനെയാണ് പോയത്. ആ സമയത്ത് ഞാൻ പട്നയിൽ മൊത്തം ജനറൽ ടിക്കറ്റ് മൊത്തം നിറയും. ആരൊന്നും ചോദിക്കാൻ പറയാം. കറക്റ്റ് 6:40 തന്നെ പട്ന ജനശതാബ്ദി വാരണാസി റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ 2 എടുത്തിരിക്കുകയാണ്. നമ്മൾ ഏറ്റവും പുറകിലാണ്. നമ്മുടെ തൊട്ട് മുന്നിലുള്ള കോച്ച് D1 സെക്കൻഡ് സിറ്റി. ഇപ്പോൾ വാരണാസി റെയിൽവേ സ്റ്റേഷനോട് വിടാം. വീണ്ടും വരാം. വാരണാസി. ഇവിടേക്ക് ഏതൊക്കെയോ വണ്ടികളതാ. ഇതാണ് കാശി റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നമ്മുടെ ട്രെയിൻ സ്റ്റോപ്പില്ല. പുണ്യനദിയായ ഗംഗ. പാലം. ഇതൊരു പാലമാണ്. നദി കഴിഞ്ഞു. വാരണാസിയിൽ നിന്നും 20 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇത് 3 നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ 7:15 ട്രെയിൻ എത്തി. ശരിക്കും ഇവിടെ 7:30 എത്തി. 7:40 എടുക്കേണ്ടത്.
ഇനി എത്ര സമയമെന്നറിയാം വണ്ടി ഇവിടുന്ന് പുറപ്പെടാൻ വേണ്ടിയിട്ട്. ബിഫോർ ടൈമാണ്, ഒരുപാട് നേരം സമയമുണ്ട്. നമ്മുടെ കോച്ച് നിർമ്മിച്ചിട്ടുള്ള വർഷം 2016 അതുപോലെ തന്നെ ഈ ലാസ്റ്റ് കാണുന്ന ഇതാണ് ജനറേറ്റർ കാർ. അവസാനത്തെ കോച്ച് തന്നെയാണ് നമ്മളത്. ഇത് 2ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ ട്രെയിൻ വന്നത് 3ലാണ്. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇതൊക്കെ കണ്ടതാ. ഇവിടെ കാണുമ്പോൾ നല്ല പഴക്കം തോന്നിക്കുന്നുണ്ട്. നമ്മുടെ ഹൗറ ഡൽഹി മെയിൻ ലൈനിലത്തെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ് ദീൻ ദയാൽ ഉപാധ്യായ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ട്രെയിനൊന്നും എടുക്കാനേ ആയില്ല, ഇനിയും ഒരുപാട് സമയമുണ്ട് അത്ര. ഒരു പഴയ ലോക്കോമോട്ടീവ്. ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ടോട്ടലി 8 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷന്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഇത് 1862 ഈ സ്റ്റേഷൻ നിർമ്മിച്ചത്. അതായത് ഈസ്റ്റ് ഇന്ത്യ റെയിൽവേ കമ്പനി നിർമ്മിച്ചു. അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഡൽഹി ഹൗറ ആ ഒരു റൂട്ടിനെ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് സ്ഥാപിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ ജംഗ്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ DDU എന്നാണ് സ്റ്റേഷൻ കോഡ്. അപ്പം ഈ പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നു. അദ്ദേഹം എന്ന് വെച്ചാൽ 1968 ഈ സ്റ്റേഷൻ്റെ ഈ ഒരു ഭാഗത്തു നിന്ന് കൊല്ലപ്പെടുകയുണ്ടായി. അതിൻ്റെ കാരണങ്ങളിലേക്ക് നമ്മൾ വരുന്നില്ല. അപ്പം ആ സമയം വരെ ഈ റെയിൽവേ സ്റ്റേഷൻ അറിയപ്പെട്ടത് മുഗൾ സാരായ് ജംഗ്ഷൻ എന്നാണ് അറിയപ്പെട്ടത് ആ ഒരു പഴയ കാലത്ത്. പിന്നീട് 2018 എന്ത് പറയുക, ഇവിടുത്തെ ഗവൺമെൻറ് റീനെയിം ചെയ്ത് ഈ പറഞ്ഞ ദീൻ ദയാൽ ഉപാധ്യായ അവരുടെ പേരിൽ സ്റ്റേഷൻ റീനെയിം ചെയ്തു. വലിയൊരു ജംഗ്ഷനാന്ന് പറഞ്ഞു. ഒട്ടുമിക്ക റെയിൽവേ ട്രെയിനുകൾക്ക് ഇവിടെ സ്റ്റോപ്പ് ഉണ്ട്. നമ്മുടെ രാജധാനി അങ്ങനെയുള്ള മെയിൻ ഹൗറ ആ പറഞ്ഞ ഒരു റൂട്ടിൽ പോകുന്നത്. അതുപോലെ തന്നെ ഈ സ്ഥലത്തിന് വേറെ പ്രത്യേകത ഉണ്ട്. അതായത് ഈ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ ഏഷ്യയിലത്തെ ഏറ്റവും വലിയ മാർഷലിംഗ് യാർഡ് ഉള്ളത് ഇവിടെയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേൻ്റെ വാഗൺ റിപ്പയർ വർക്ക്ഷോപ്പ് ഏറ്റവും വലുതുള്ളതും ഇവിടെയാണ്. സമയം കറക്റ്റ് 7:40. ദീൻ ദയാൽ ഉപാധ്യായ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഇതാ നമ്മുടെ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഇവിടെ ഏതൊക്കെയോ ട്രെയിനൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ താഴേക്ക് ഇരിക്കുകയാണ്. ഇതിൻ്റെ ഈ ഡോറിൻ്റെ അടുത്തുനിന്ന് ഇനി വന്ന് നിൽക്കാൻ പറ്റുമെന്ന് തോന്നില്ല. കാരണം ഞാൻ എങ്ങനെയൊക്കെയാണ് ഇവിടെ വന്നത്. ഇപ്പോൾ ഞങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷൻ തന്നെ ആലു പറാത്ത വാങ്ങിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ബിസ്ക്കറ്റും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം രാവിലെ നമുക്കിത് കഴിക്കാം. ഇതിന് 90 രൂപയാണ് ഒരെണ്ണത്തിന് ആയത്. ഇത് വേറെ എന്ത്, ഇത് നമുക്ക് തുറന്ന ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു കറിയാണ്, അതൊന്നും നമ്മൾ എടുക്കുന്നില്ല. പിന്നെ ഒരു അച്ചാറുണ്ട്, പിന്നെ 2 എണ്ണം ഉള്ളത്. നല്ല ചൂടുണ്ട്, അധികം ലേറ്റ് ആക്കുന്നില്ല. കാരണം ഓൾറെഡി ഒന്ന് അതിന് AC ആണല്ലോ, നല്ല തണുപ്പും വരുന്നുണ്ട്. ഈ ചൂടോടെ തന്നെ ഇത് കഴിക്കാം. ആദ്യമായിട്ടാണ് ആലു പൊറോത്ത കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ പറയാം. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് ഈ കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ട്. ട്രെയിൻ പോകുന്ന സ്പീഡ് കണ്ട 130 km/h സ്പീഡിലാണ് നമ്മുടെ ഈ ഒരു പട്ന ജനശതാബ്ദി പോകുന്നത്. സ്പീഡിൻ്റെ കാര്യത്തിലൊന്നും ഒരു രക്ഷയില്ല. പക്ഷെ എൻ്റെ പൊന്നോ, ഇവിടെയൊക്കെ കൃഷിപ്പാടാണിത്. ഈ കർട്ടൻ ഇട്ടുകൊണ്ടൊന്നും ക്ലിയർ ആവില്ല. പക്ഷേ ഈ സീസിൻ്റെ എല്ലാം അകത്ത് കയറിയിരുന്നാണ്ടല്ലോ ഈ ട്രെയിൻ ഇത്രയും സ്പീഡിലാണെന്ന് പോകുന്ന ഒന്നും മനസ്സിലാവില്ല. കാരണം അതാണ് AC-ൻ്റെ ഒരു ഇത്. ഇതിപ്പം നമ്മുടെ സെക്കൻഡ് സീറ്റിങ്ങിലെല്ലാം പോയിട്ട് ശരിക്കും മനസ്സിലാവും. ആ ട്രാക്ക് സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ വേറെ തന്നെ ഒരു വികാരം. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ഡോറിൻ്റെ ഭാഗത്തേക്ക് പോകാൻ പറ്റും തോന്നില്ല. അവിടെ മുഴുവൻ ആൾക്കാർ വന്ന് നിൽക്കുക. ഞങ്ങൾ പറഞ്ഞല്ലോ ഇതിനെക്കാട്ടി ദുഷ്കരമായിരിക്കും സെക്കൻഡ് സീറ്റിങ്ങിൻ്റെ. അത് ഏകദേശം ഇപ്പം തന്നെ ജനറൽ ആയിട്ടുണ്ടാവും. ഇതൊരു റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുക, അതിലൂടെ ഏതെല്ലോ ട്രെയിൻ പോകുന്നുണ്ട്. കുറേ നേരം 130 തന്നെ ഒരേ പോവുക. സ്പീഡൊന്നും കുറഞ്ഞിട്ട് പോലും ഇല്ല. ട്രെയിൻ ഇപ്പോൾ കറാഹിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടെ 1 മിനിറ്റാണ് സ്റ്റോപ്പ്. ഇതാണ് ഉത്തർപ്രദേശിലെ ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പ്. അടുത്തത് ബീഹാറിലത്തെ ഒരു സ്റ്റേഷനാണ്. അവിടേക്ക് 10 കിലോമീറ്റർ പോകാനുണ്ട്. ഒരു റിവർ വരാനുണ്ട്. ആ റിവർ ക്രോസ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ
ബീഹാറിലോട്ട് കയറും. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. പക്ഷെ പ്ലാറ്റ്ഫോം ഒന്നും ഇല്ല. ഈ ഒരു നമ്മുടെ തീവണ്ടി ഇവിടെ നിന്നൊന്നും ഉണ്ടായില്ല. ഇനി മുന്നിലോട്ട് ഉണ്ടാകട്ടെ. ഇതൊരു ഹോൾട്ടാണ്, അതായത് ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇതാ ഇവിടം വരെ ഉള്ളൂ. ഇവിടെയാണ് അത്. അതിന് തന്നെ വലിയ ഹൈറ്റും ഇല്ല, നല്ല താഴ്ചയിലാണ് പ്ലാറ്റ്ഫോമൊക്കെ വരുന്നത്. വണ്ടീൻ്റെ അകത്ത് കണ്ട എല്ലാവരും വന്ന് നിൽക്കുകയാണ്. C1 ചേർക്കാർന്നോ അങ്ങനത്തെ ഒരു, അതായത് സെക്കൻഡ് സീറ്റിംഗ് ഇതിൽ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാന്ന്. ജനറൽ ക്ലാസ്സിലത്തെ ആൾക്കാർ തന്നെയാണ് എല്ലാവരും ഈ 2 കോച്ചുകളിലോട്ട് വരുന്നത്. കറംനാസ റിവർ. നമ്മളിതാ ബീഹാറിലോട്ട് കയറുകയാണ്. ഉത്തർപ്രദേശിനോട് വിട. അങ്ങനെ ഇതാ ബീഹാറിലെത്തി. ഇനി ബീഹാറിലൂടെയാണ് നമ്മുടെ യാത്ര. മുഴുവൻ ഇത് കൃഷിപ്പാടാണ്. ഈ ഒരു ഗ്ലാസ്സിന് ഇതില്ല, വിസിബിലിറ്റി ഇല്ല. ബീഹാറിലെ ഈ ട്രെയിനിന്റെ ആദ്യത്തെ സ്റ്റോപ്പായ ബക്സറിൽ ഇതാ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ ബിഫോർ ടൈമിന് വണ്ടി എത്തി. ഇത് കണ്ട നമ്മുടെ കോച്ചിലൊക്കെ ആൾക്കാർ കയറുന്നുണ്ട. എന്താ അവസ്ഥ! AC ആണെന്ന് പറഞ്ഞൊന്നും കാര്യമില്ല, ജനറലാണിത്. സെക്കൻഡ് സീറ്റിങ്ങിന്റെ അവസ്ഥ പിന്നെ പറയണ്ട. അയ്യോ, TT ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല, വെറും മോശം അവസ്ഥ. ബക്സർ റെയിൽവേ സ്റ്റേഷനിൽ ഇതാ വണ്ടി എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പം ഇനി വരാൻ ഒരുപാട് സ്റ്റേഷനുകളുണ്ട്. അറാന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷൻ ഉണ്ട്. അവിടെ എത്തുമ്പോൾ ഇതിൻ്റെ അകത്തെ കാഴ്ച മുഴുവനായിട്ട് കാണിച്ചു തരാം. കാരണം ഇപ്പം ആൾക്കാർ ഒരു പകുതി ആയതേ ഉള്ളൂ, കാരണം പകുതി കയറിയതേ ഉള്ളൂ. അവിടെ നിന്ന് വരെ കയറിയിട്ട് ഇതിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്കത് ശരിക്കും മനസ്സിലായിക്കോളും. ഇപ്പം ഇത്ര ആയതേ ഉള്ളൂ, ഇനിയും ആൾക്കാർ കൂടി വരാനുണ്ട് അത്ര. പിന്നെ വേറൊരു കാര്യമുണ്ട്, TT പോകുന്നുണ്ട് ഇതില്ലേ. നമ്മളെ ഒരിക്കലും അദ്ദേഹത്തെ കുറ്റം പറയുന്നൊന്നുമല്ല, കാരണം ഇവിടുത്തെ എല്ലാ ട്രെയിനിലും അവസ്ഥ ഇതാണ്. TT അവരോടൊന്നും ചോദിക്കുന്നില്ല, നിങ്ങൾ ജനറൽ ടിക്കറ്റ് എടുത്തിട്ടല്ലേ കയറുന്നത്. ജനറൽ ജനശതാബ്ദി പൊതുവെ ഇല്ലല്ലോ. അതൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ കോഴിക്കോട് ജനശതാബ്ദി, കണ്ണൂർ ജനശതാബ്ദി, അതിലത്തെ വർക്ക് ചെയ്യുന്ന TT-മാരൊക്കെ എന്താ പറയുക, അഭിനന്ദിക്കും. അതിൻ്റെ അപ്പുറം പറയാം, കാരണം അവർ കൃത്യമായി ചെയ്യുന്നത്. നമുക്ക് ജനറൽ ടിക്കറ്റ് എടുത്ത് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോടേക്ക് ജനശതാബ്ദി കയറാൻ പറ്റുമോ? അന്നേരം തന്നെ ഫൈൻ എഴുതി കൊടുക്കൂലേ. ഇവിടെ അങ്ങനെയൊന്നുമില്ല, TT ചോദിക്കുന്നില്ല, വേണം കയറുക. ഇവിടെ AC എടുത്തു വന്നാൽ നമ്മളൊക്കെ ആരായി. സ്പീഡിൻ്റെ കാര്യത്തിലാണ് ഈ ട്രെയിനിൻ്റെ കാര്യം എടുത്തു പറയേണ്ടത്. 130 കിലോമീറ്റർ സ്പീഡ് എന്നൊക്കെ പറഞ്ഞാണ്ടല്ല, ഇതിന് വെറും പുത്തരിയാണ്. കാരണം ഇതിൽ തന്നെയാണ് ഇത് പോകുന്നത്. കാരണം ഈ ഒരു ട്രാക്ക് അങ്ങനത്തെ ഒരു ട്രാക്കാണ്, സ്പീഡ് ട്രാക്കാണ്. നല്ല സ്പീഡ് തന്നെയാണ്, അതേ ആ ഒരു സ്ട്രെച്ച് തന്നെയാണ്. കാരണം 130ൻ്റെ താഴോട്ട് ഇറങ്ങുന്നില്ല വണ്ടി. ഏകദേശം ഫുള്ളായി. ഇനിയിപ്പം അധികമൊന്നും കൂടുതൽ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ചേർക്കാറുണ്ട് ജനറൽ എന്ന് പറയുന്നത്. അതെ അതെ, ജനറൽ എന്ന് പറയും. ജനറൽ ക്ലാസ് പറയുന്നതാണ് ഏറ്റവും നല്ലത്. ട്രെയിൻ എവിടെയോ ഇപ്പം നിന്നിട്ടാണ് ഉള്ളത്, കാരണം ചെയിൻ വലിച്ചാണ്. എന്താ അവസ്ഥ എന്നറിയില്ല. ഇനി ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് ഒന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ CCയിൽ എടുക്കുമ്പോൾ വാരണാസിയിൽ നിന്ന് നമ്മുടെ പട്നയിലേക്ക് ഒരാൾക്ക് 450 ചെയർകാറിൽ വരുന്ന ചാർജ് വരുന്നത്. സെക്കൻഡ് സീറ്റിംഗ് ആണെങ്കിൽ 135 രൂപയാണ് ഒരാൾക്ക്. ട്രെയിൻ ഇപ്പോൾ ബിഹിയ എന്ന് പറഞ്ഞിട്ടൊരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേ. ഇവിടുത്തെ തിരക്കണ്ട എൻ്റെ പൊന്നോ. ഇവിടുന്ന് ഞങ്ങളിപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഈ സീറ്റ് നമ്മുടെ പോകും. അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതായത് നമ്മളെ ഇവിടുന്ന് എണീറ്റ് കഴിഞ്ഞാൽ വേറെ ആൾക്കാർ വന്നിരിക്കും. നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇത് ഞങ്ങളുടെ സീറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അവർ എണീക്കുക. കാരണം TT-മാർക്ക് പോലും ഒരു വിലയില്ല, അവർ പറയില്ല. അതുകൊണ്ട് ആൾക്കാരും, കാരണം അവർ പ്രതികരിക്കുന്ന രീതി, ബീഹാറികൾ ഇങ്ങനെ പ്രതികരിക്കുന്ന രീതി വേറെയാണ്. അതായത് നിങ്ങൾക്ക് ജനറൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ AC-യിൽ ട്രാവൽ ചെയ്യാം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ജനറൽ കമ്പാർട്ട്മെന്റ് പോലും ഇല്ലാത്ത ഒരു ട്രെയിനാണിത്. ഇവിടെ കൂട്ടത്തോടെയാണ് ചേർക്കാറും. സെക്കൻഡ് സീറ്റിംഗ് ഒക്കെ റിസർവേഷൻ ആണോ, എല്ലാത്തിനും കയറുന്നുണ്ട്. അതിന്റെ റിപ്പീറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ഇനിയിപ്പോൾ വരാനുണ്ട് അറാന്ന് പറഞ്ഞ ശേഷം. അവിടെ എത്തുമ്പോൾ വീണ്ടും കൂട്ടത്തോടെ വരും. അതെ, ട്രെയിൻ ഇപ്പോൾ അറാന്ന് പറഞ്ഞിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേ. ഇവിടെ RPF ഒന്നും ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു ലോഡ് ആൾക്കാർ എത്ര ആദ്യം വേണ്ടി കയറാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുക. ഒരു ഭാഗത്തേക്ക് ഓൾമോസ്റ്റ് ഫുള്ളായി. ഇനിയിപ്പോൾ അവിടെ നിൽക്കാനും സ്ഥലമില്ല. ഇത് എൻ്റെ പൊന്നോ, ഒരു ചേർക്കാറാണ്. എന്താണോ ഇത്? RPF, TT. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യമില്ല. ഇവിടെ ബീഹാറിന്റെ സമാനമായ അവസ്ഥ. നമുക്ക് ഇടിച്ച് കയറി നമുക്ക് ആ ഡോറിന്റെ ഭാഗത്തേക്ക് പോകാൻ പോലും പറ്റുന്നില്ല. അല്ല, ഇത് ഞങ്ങൾ വാരണാസിയിൽ നിന്ന് കയറുമ്പോൾ തന്നെ പറഞ്ഞില്ലേ ഈ വണ്ടി ജനറൽ ആവുന്നു. അറിയുന്ന വണ്ടി എടുത്തു, മനുവിനൊന്നും ഇവിടെ ഇരിക്കാൻ പോലും പറ്റുന്നില്ല. പുറകിൽ നോക്കറ ഇവിടെ വന്നിരിക്കുന്നത് എന്ത് പറയാൻ ആക്കില്ല കേട്ടാ. ഫുള്ള് ജാമായിട്ടായില്ലേ നമ്മുടെ ട്രെയിൻ മൊത്തം. ആ ബാത്റൂമിന്റെ ഭാഗത്തേക്ക് പോകാൻ പോലും പറ്റുന്നില്ല, മൊത്തം ജാമായിട്ടായില്ലേ. അതുപോലെ തന്നെ ഈ ഭാഗത്തായാലും എല്ലാ സ്ഥലത്തേക്കായാലും. ഇത് ഗംഗാ റിവറാണ്. ഈ
ഇവരെല്ലാം ഇവിടെ വന്ന് നിൽക്കുന്നോണ്ടല്ല ഇതിൻ്റെ അകത്ത് ചൂടെടുത്തിട്ടൊരു രക്ഷയില്ല. ഭണ്ഡാരത്തിന് വേർത്ത് കുളിച്ചൊരു പരുവായി. എന്ത് കഷ്ടമാണ്. ഇതെല്ലാം എന്ത് ഇന്ത്യൻ റെയിൽവേ നോക്കാത്തത്? ഇത്രയും മോശം അവസ്ഥ. നമ്മൾ നിങ്ങൾ പറയും ഇനിയിപ്പോൾ നിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കണം. നമ്മൾ ആർക്ക് കംപ്ലൈൻറ്റ് കൊടുക്കണം? ഇതിൽ RPF വരെ ഉണ്ട്. ഒരു ഉപകാരവും ഇല്ലാത്തൊരു വൃത്തിയായിട്ടൊരു അവസ്ഥ. ഇതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ എടുത്ത് യാത്ര ചെയ്യുന്നവരാണ് മണ്ടന്മാർ. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവിടെ ഇങ്ങനെ തന്നെയാണ്. ധനാപൂർ, ഇതാണ് ധനാപൂർ. നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വണ്ടികളുണ്ട് ഇങ്ങോട്ട് ധനാപൂരിലേക്ക്. സംഘമിത്ര വരുന്നത് ഇങ്ങോട്ടാണ്, സംഘമിത്ര എക്സ്പ്രസ്. ഈ ഒരു വിൻഡോ ക്ലിയർ അല്ല. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരക്ക് ആയതുകൊണ്ട് നമുക്ക് ഡോറിൻ്റെ അടുത്തേക്കും പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വിഷ്വൽസ് എല്ലാം ഈ ട്രെയിനിൽ വളരെയധികം കുറവായിരിക്കും പുറത്തേക്കുള്ള. വണ്ടിയൊക്കെ അടിപൊളി വണ്ടിയാണ്, ആൾക്കാരാണ് പ്രശ്നം. നേരത്തെ പറഞ്ഞ സംഘമിത്ര ഇല്ലേ, അതിതാ SMVT ബംഗളൂരു. ഒരു മോശം വണ്ടികളിൽ ഒന്നായത്. അയ്യോ, അതിൻ്റെയൊക്കെ സ്ലീപ്പറും ജനറലൊക്കെ ഒന്ന് തന്നെയാണ്. പട്ന എത്താനായി ഏകദേശം. പട്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൊൽക്കത്ത റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പട്നയിലേക്ക് വരുന്ന ഗരീബ് രഥാണ്. ഈ നമ്മുടെ വെസ്റ്റ് ബംഗാൾ ആ കൊൽക്കത്ത സൈഡിൽ തന്നെ ഒരുപാട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഹൗറയുണ്ട്, സിയാൽദി ഉണ്ട്, അതുപോലെ തന്നെ കൊൽക്കത്ത എന്ന് പറഞ്ഞിട്ടുള്ള റെയിൽവേ സ്റ്റേഷനുണ്ട്, ഷാലിമാറും ഉണ്ട്. അവിടെ നിന്ന് വരുന്ന ഗരീബ് രഥാണ്. അവിടെ റോയാപുരത്തിൻ്റെ WP7 വാരണാസിയിൽ നിന്നും 230 കിലോമീറ്റർ യാത്ര ചെയ്തിപ്പിത പട്ന ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 10:43 ഇപ്പോൾ സമയം. എവിടെയാണോ പ്ലാറ്റ്ഫോം? റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ ഭാഗം വരുന്നത് അങ്ങ് അവിടെയാണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോം ഉള്ളത് ആ ഒരു ഭാഗത്താണ്. എത്തി. പട്ന റെയിൽവേ സ്റ്റേഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അതിൽ ഇവിടെയല്ല പ്ലാറ്റ്ഫോം ഉള്ളത്. വേർത്ത് കുളിച്ചല്ലേ നവി? പട്നയിലെത്തി. പക്ഷെ എന്താ ഇപ്പോഴൊന്നും ഇറങ്ങാൻ പറ്റൂല, എല്ലാരും ഭയങ്കര ജാമായിട്ടല്ലേ. മെല്ലെ ഇറങ്ങുള്ളൂ, മെല്ലെ എല്ലാരും ഇറങ്ങത്തുള്ളൂ. എന്റെ പൊന്നോ, ഒരു 1.5 യാത്ര. ചേർക്കാർന്ന് ഇനിയിപ്പോ ഇറങ്ങാം. ഇതൊക്കെ ഈ ഒരു കുപ്പിയൊക്കെ പറക്കാൻ വേണ്ടിട്ട് കേറിയവരാണ്. ചെറിയ കുട്ടികൾ വരെയാണ് പണിയെടുക്കുന്നത് ഇവിടെ. പട്നയില് നമ്മുടെ വണ്ടി വന്നത് 6-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. ഇനിയിപ്പോ ഇവിടെ നേരെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ അടുത്തോട്ട് പോണം. ഈ ഒരു സ്റ്റെപ്പ് വഴി കയറുന്നില്ല, അതിന്റെ അപ്പുറത്തുള്ള അതുവഴി കയറുമ്പോ ഇത് 7, 8, 9, 10 അങ്ങനെ അവിടം വരെ ഉണ്ട്. അവിടേക്ക് ഏതൊക്കെയോ വണ്ടിയൊക്കെ ഉണ്ട്. കാര്യം പൈപ്പിൽ നിന്നൊക്കെ വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട്. മൊത്തത്തിൽ വൃത്തികേടായിട്ടാണ് ഉള്ളത്. എൻ്റെ പൊന്നു, ആ ഒരു സെക്കൻഡ് സീറ്റിംഗ് എന്നൊക്കെ ഇറങ്ങി വരുന്ന ആൾക്കാർ കണ്ട. എന്തായാലും വണ്ടി നല്ല വണ്ടി തന്നെയാണ്, പക്ഷെ തിരക്കാണ് പ്രശ്നം. ഇതിൻ്റെ D2 ആണിത്, കാശി പട്ന ജനശതാബ്ദി എക്സ്പ്രസ്. ഇനിയിപ്പോൾ ഇവിടെ നേരെ ഈ ഒരു സ്റ്റെപ്പ് വഴി നേരെ മുകളിലോട്ട് വരാം. റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമുകളൊക്കെ കണ്ട വലിയ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ സോണിൻ്റെ കീഴിൽ വരുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഈ ഒരു പട്ന. നമ്മളിനിപ്പോൾ നേരെ എക്സിറ്റ് പുറത്തേക്ക് നേരെ ഡയറക്റ്റ് ഇറങ്ങാം. ഇതൊക്കെയോ വണ്ടി ഹിംഗിരി എക്സ്പ്രസിൻ്റെ ഇത്, ഹിംഗിരി എക്സ്പ്രസ്. പട്ന റെയിൽവേ സ്റ്റേഷൻ്റെ റിട്ടയർ റൂം വരുന്നത് ഈ ഒരു 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഇവിടെ തന്നെയാണ്. അതായത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഉള്ളത്. ഞങ്ങൾ ഇവിടുത്തെ നോൺ AC ഡബിൾ റൂമിൽ താമസിച്ചിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ലാത്ത റൂം തന്നെയാണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വൃത്തിയൊക്കെ ഉണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ആ ഒരു നെയിം ബോർഡിൻ്റെ അവിടത്തേക്കാണ് പോകുന്നത്. പട്നയിൽ ഇവിടെ ഫുഡ് കോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ എക്സിക്യൂട്ടീവ് ലോഞ്ച് കൂടി ഉണ്ട്, റെസ്റ്റിംഗ് റൂംസ്, AC. ഇതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പട്ന ജംഗ്ഷൻ. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് PNBE എന്നാണ്. ഈ റെയിൽവേ സ്റ്റേഷന് നമ്മുടെ കേരളത്തിലേക്ക് 2 ട്രെയിനുകളാണ് ഉള്ളത്. 2 എറണാകുളത്തേക്ക് തന്നെയാണ്. ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുവാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ
പുറത്തൊരു ക്ഷേത്രമൊക്കെ ഉണ്ട്. പട്ന ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇതാണ് റെയിൽവേ സ്റ്റേഷന്റെ ഒരു മെയിൻ ഭാഗം. ഇവിടെയാണ് പ്രധാനപ്പെട്ട ഹനുമാൻ ക്ഷേത്രം. ഈ റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് തന്നെയാണ്. ഇവിടെയാണ് നമ്മുടെ ഫ്ലാഗ് ഉള്ളത്. ഇത് പാർക്കിംഗ് ആണ്. പിന്നെ അങ്ങ് അവിടെ ഒരു പഴയ ലോക്കോമോട്ടീവ് ഒക്കെ ഉണ്ട്, സൈക്കിൾ റിക്ഷ ഉണ്ട്, ഫോട്ടോ ഒക്കെ ഉണ്ട്. ഈ ഒരു ഭാഗത്ത് വലിയ തിരക്കൊന്നുമില്ല. വാരണാസിയിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇവിടെ പട്ന ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലെത്തിയ സ്ഥിതിക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ആദ്യമായിട്ടാണ് ഒരു ചെയർ കാറിൽ പോയിട്ട് വേർത്ത് കുളിച്ചിറങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. മാത്രമല്ല ഇവിടത്തെയും ചൂട് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ചൂട് അസഹനീയമാണ്. പിന്നെ നമ്മുടെ യാത്ര ചെയ്യുന്ന സമയത്ത് അതിലത്തെ ഭായിമാര് യാത്ര ചെയ്യുന്നവര് യാത്രക്കാർ പറയണ്ടായി, ഈ ട്രെയിനിൽ നമ്മളെ യാത്ര ചെയ്യുന്ന ഇന്ന് മാത്രമൊന്നുമല്ല, എല്ലാ ദിവസവും ഇല്ല സെയിം അവസ്ഥ തന്നെയാണ്. അല്ല, പണ്ട് നമ്മൾ യാത്ര ചെയ്തപ്പോൾ ഈ സെയിം അവസ്ഥ തന്നെയല്ലേ ഉണ്ടായത്. സെക്കൻഡ് സീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ മൊത്തം ഫുൾ പാക്കാണ്. ഈ പറഞ്ഞ AC ഇത്രക്ക് ഞാൻ വിചാരിച്ചില്ല. അതും അതിനേക്കാൾ പോയി. കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഈ പറഞ്ഞ ഡോറിന്റെ ഭാഗത്തേക്ക് പോകാൻ പോലും പറ്റുന്നില്ല. പിന്നെന്ന് വെച്ചാൽ ഒന്നാം ബീഹാറിൽ നല്ല പോപ്പുലേഷൻ ആണ്. അതുപോലെ തന്നെ ട്രെയിനുകളും കുറച്ച് കുറവാണ്. പിന്നെ അവര് പറഞ്ഞ വേറൊരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ സൗത്തിലല്ല ഇതൊക്കെ റെയർ ആയിട്ട് സംഭവം. ഈ പറഞ്ഞ നേത്രാവതിക്കും മംഗളയിലൊക്കെ കുറച്ചുണ്ടെങ്കിലും ഈ പറഞ്ഞ നമ്മുടെ ചേർക്ക ജനശതാബ്ദി പോലത്തെ ട്രെയിനൊന്നും കേരളത്തിൽ ഇങ്ങനെ ഇല്ല. അല്ല, ഞാൻ പറയുന്നത് ഈ ഒരു ജനശതാബ്ദിന്റെ മുന്നിൽ ഒരു മെമോ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഏതോ മെമോ അല്ല, എന്തെങ്കിലും പാസ്റ്റർ എന്തെങ്കിലും ട്രെയിൻ ഓടിച്ചിട്ടുണ്ടെങ്കിൽ അവര് തിരക്കെല്ലാം എന്തായാലും അതിലേക്ക് ഒരു പോയേനെ. അതൊന്നും അല്ല മനു, നമ്മുടെ ബീഹാറിലത്തുള്ളവരെ മെയിൻ സ്വഭാവം എന്ന് വെച്ചാൽ അവര് ടിക്കറ്റ് എടുത്താലും ജനറൽ ടിക്കറ്റ് എടുത്താലും അവർ റിസർവേഷനിലേക്ക് കയറൂലും. ആ ഒരു ട്രെൻഡിങ് ആയിപ്പോയി. ഇനി അത് മാറാൻ പോകുന്നില്ല. അല്ല, പിന്നെന്തിനാ TTയും RPF എല്ലാം പിന്നെന്തിനാന്ന് എനിക്ക് മനസ്സിലാവാത്ത. ഈ ട്രെയിനിൽ നമ്മുടെ കോച്ചിൽ തന്നെ ഉണ്ട് അവര്. ഇവിടുത്തെ TT ഇല്ലേ, ഞാൻ പറയട്ടെ, വെറും മട്ടപൂജയാണ്. ഒന്നും ചെയ്യില്ല. അവിടെ മൊബൈൽ ഞെക്കിയിരിക്കുക. നിങ്ങൾ എന്തിനാ ഇതിൽ കയറുന്ന അവർ ചോദിക്കുന്നില്ല. അവരെ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, അതാണ് അവസ്ഥ. അപ്പൊ എന്താ പറയാ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ബൈ.